ആ ഗാനമേള ആരും കളിച്ചില്ല. ഇതൊരു പാട്ട് കേട്ടപ്പോ എന്റെ ഒരു പഴയ ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ കളിച്ചു. ഞാൻ അറിയില്ല എന്നെ ഒന്ന് അടിക്കുന്നു. പണ്ടൊരു പയ്യനെ ഇതേപോലെ കുറെ ജനങ്ങൾ അടിച്ചു വന്നില്ലേ, ആ മധുവിന് അതേപോലെ ആക്കല്ല. ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങനെയൊക്കെ എടുക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാണ്. കൊല്ലംകാരെ പേടിയാണ്, കൊല്ലംകാരെ പേടിയാണ് എന്ന് പറയുമ്പോ മനുഷ്യത്വത്തെ തന്നെ മരവിപ്പിക്കുന്ന കാഴ്ച. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഗാനമേള നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഡാൻസും ഒക്കെ ഉണ്ടാവും. ചെറുപ്പക്കാരാണ് ഇതുപോലെ ഡാൻസ് കളിച്ചിരുന്നു എങ്കിൽ ഇങ്ങേരിങ്ങനെ പോയി കസേര എടുത്ത് അടിക്കുമായിരുന്നു, ഇങ്ങേരിങ്ങനെ ആക്രമിക്കുമായിരുന്നു. നമുക്ക് അയാൾ ആ ഡാൻസ് കളിക്കുന്നത് നമുക്ക് ശല്യമാകുന്നത് നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് മാറിപ്പോകാം. അതല്ലെങ്കിൽ അയാളോട് ചെന്ന് പറയാം, അവിടെ നിന്ന് ഡാൻസ് കളിക്കരുതും, ഞങ്ങൾ ഇത് കാണാനിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയാം. അതുമല്ലെങ്കിൽ അവിടുത്തെ സംഘാടകരെ കണ്ട് അവരോട് കാര്യങ്ങൾ ധരിപ്പിക്കാം. അവരതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യും. ഈ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഡാൻസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനു പകരം ഇയാൾ ചെയ്തത് എന്താണ്? അവിടെ ഇരുന്ന ഒരു കസേര എടുത്ത് അയാളുടെ മുഖത്തടിക്കുന്നു. അതിനുള്ള പെർമിഷൻ ഇയാൾക്ക് എവിടുന്നാ കിട്ടിയത്? അത് മാത്രമല്ല, ഏറ്റവും വേദനിപ്പിച്ചത് ഒരാൾ പോലും ഒന്ന് ചെന്ന് തടയാനോ അതൊന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അയാളെ ഒന്ന് വിമർശിക്കാനോ എതിർക്കാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. ഞാനൊരു ആക്രി പറക്കി ജീവിക്കുന്നതാണ്. ഞാൻ പോയി കുപ്പിയെല്ലാം പറക്കിയിട്ട് നമ്മളവിടെ പരിപാടി തുടങ്ങി, ഗാനമേള. ആ ഗാനമേള ആരും കളിച്ചില്ല. ഇതൊരു പാട്ട് കേട്ടപ്പോ എന്റെ ഒരു പഴയ ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ കളിച്ചു. ആ പാട്ടിൽ ഞാൻ അറിയില്ല എന്നെ ഒന്ന് അടിക്കുന്നു. ഇവിടെ അടിച്ച്, ഇവിടെ അടിച്ച് അപ്പൊ എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം അടിച്ചു പൊടിച്ചു ഇവിടെ. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ പോകും. തെറ്റ് ചെയ്തില്ല, ഇനി ഒരു കാര്യം ചെയ്യരുത്. പണ്ടൊരു ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ചുണ്ട് പൊട്ടുകയും ഒരു പല്ല് പോവുകയും ചെയ്തു. ഒന്ന് സന്തോഷിക്കാൻ പോലും മറ്റുള്ളവരുടെ അനുവാദം വേണോ? അതിന് പോലും ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ല. നമ്മളിപ്പോൾ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മദ്യപിച്ചും അല്ലാതെയും ഒരുപാട് പേര് ഇതുപോലെ ഡാൻസ് ചെയ്യുകയും തല്ലി തകർക്കുകയും വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും സംഘാടകർ ഡാൻസ് ചെയ്യാനൊക്കെ പ്രത്യേക ഒരു പോർഷൻ തന്നെ ഒരുക്കി കൊടുക്കും. അതിനകത്ത് മാത്രമേ ഈ ഡാൻസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എല്ലായിടും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? ആരെയും ഉപദ്രവിച്ചില്ല, ആർക്കും ഒരു ശല്യമായില്ല. ഫ്രണ്ടിൽ പോയി നിന്ന് നൃത്തം ചെയ്തു. പ്രായമുള്ള ഒരാളാണ്. അയാൾ പറയുന്നുണ്ട് അയാളുടെ ഉള്ളിൽ കല കൊണ്ടാണ്, അയാളുടെ ഉള്ളിൽ കല ഉണർന്നു, പാട്ടിനോടും ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് നൃത്തം ചെയ്തു പോയി. അതിന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണം? ഈ കൊല്ലക്കാരൊക്കെ ഇങ്ങനെയാണോ? കൊല്ലത്താണ് സംഭവം നടന്നത്. അപ്പോൾ ഈ കൊല്ലക്കാരൊക്കെ ഇങ്ങനെയാണോ? പേടിയാണ്, കാരണം തെരുവിലാണ് ജീവിക്കുന്നത്, കുപ്പി പിറക്കിയാണ് ജീവിക്കുന്നത്, ഒരു വീടില്ല, കിടക്കാനൊരിടമില്ല. ബീച്ചിലും പാർക്കിലും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നത്. അവിടെ എങ്ങാനും ചെന്ന് ഇദ്ദേഹത്തെ വീണ്ടും ഉപദ്രവിച്ചാലോ എന്നുള്ള ഭയത്തിലാണ് ഇദ്ദേഹം പ്രതികരിക്കാഞ്ഞതും പിന്നീട് കേസ് കൊടുക്കാഞ്ഞതും എന്ന്. ഈ ഇന്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന്. അപ്പോഴാണ് പറഞ്ഞത് പേടിയാണ്, പേടിച്ചിട്ടാണെന്ന്. സത്യം പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരാണ് അവിടെ നിന്ന് ഡാൻസ് കളിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കാൻ അവൻ്റെ കൈ പൊങ്ങുമായിരുന്നു? ഒരിക്കലും ഉണ്ടാവില്ല. ഏറ്റവും എനിക്ക് വേദന തോന്നിയത് അവിടെ ഇരുന്ന ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വലിയ ഗുണ്ടയാണോ അവന്? എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കാം, അത്രയ്ക്ക് വലിയ ഗുണ്ടയാണോ? എന്ന് പറയുന്ന സ്ഥലം നമ്മൾ അത്രയ്ക്കും പേടിക്കേണ്ടതുണ്ടോ? എനിക്കറിയത്തില്ല അങ്ങനെ പേടിക്കേണ്ടതായിട്ടുണ്ടോയെന്ന്. കുറച്ചു നാൾ മുന്നേയും ഇതേപോലെ ഒരു സംഭവം കൊല്ലത്ത് അരങ്ങേറുകയുണ്ടായി. 20 വയസ്സ് പോലും പൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ ജീവൻ എടുത്ത കഥ നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് അതേപോലെ ജീവൻ എടുത്തില്ലെങ്കിലും അതിന് കാരണമായേക്കാവുന്ന പ്രവൃത്തിയാണ് അയാളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മൂക്കിനാണ് അടിച്ചത്, മരണം വരെ സംഭവിക്കാം. എന്നിട്ടും ആരും നടപടി എടുത്തിട്ടില്ല. എൻ്റെ അഭിപ്രായം പോലീസ് സ്വമേധയാ ഇതിന് കേസെടുക്കണമെന്നാണ്. കാരണം ഒരു ഉത്സവ സ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ ഗാനമേള സ്ഥലത്ത് പോകാനോ ഗാനമേള കണ്ടുകൊണ്ട് അത് ആസ്വദിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നൃത്തം ചെയ്യാനോ അവകാശമില്ലാത്ത നാടാണോ? മറ്റൊരാളുടെ അവകാശം വേണോ? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ നാട്ടുകാരനല്ലല്ലോ, അതുകൊണ്ട് ആ നാട്ടിൽ ജനിച്ചു വളർന്നു എന്നൊന്നും വേണ്ട. ഇത് ഇന്ത്യയാണ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല, ആരും കയ്യിലെടുക്കണ്ട നിയമം. ഇത്രയ്ക്കും ചങ്കുറപ്പുള്ളവൻ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കുതിര കയറാതെ സമൂഹത്തിൽ നടക്കുന്ന പല അനീതികൾക്കും എതിരെ പ്രവർത്തിക്കാത്തതെന്തേ, പ്രതികരിക്കാത്തതെന്തേ? പാവപ്പെട്ടവൻ്റെ നെഞ്ചത്താവുമ്പോൾ ആർക്കും കുതിര കയറാം, കാരണം ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ എന്നുള്ള അഹംഭാവം, എന്നുള്ള അഹങ്കാരമാണ് ഇവനൊക്കെ. നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആരുമില്ല പ്രതികരിക്കാൻ, ആരുമില്ല ചോദിക്കാൻ.
കഷ്ടം. ഇങ്ങനെ പോയാൽ എന്താവും നമ്മുടെ നാടിന്റെ അവസ്ഥ, നമ്മളുടെ അവസ്ഥ? ഇന്ന് അയാൾക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. ഒരു മനുഷ്യന്റെ സന്തോഷത്തെ കസേര കൊണ്ട് അടിച്ചു തകർത്തവൻ നാളെ എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയാം. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം ഇത്ര ക്രൂരമാണോ, കൊല്ലത്തുള്ളവരൊക്കെ ഇത്ര ക്രൂരതയുള്ളവരാണോ എന്ന് അദ്ദേഹം എടുത്ത് ചോദിക്കുന്നുണ്ട്. കൊല്ലത്തുള്ളവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെയുള്ള ആൾക്കാർ. അത് കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അല്ല, അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ കുഴപ്പമാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടാകും, കൊല്ലത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ചില ചാവാലിപ്പട്ടികൾ ഉണ്ടാകും. നല്ല നിയമങ്ങൾ ഉണ്ടെങ്കിൽ, നിയമപാലകരുണ്ടെങ്കിൽ ഒരുത്തനും ഇതുപോലെ കയ്യൂക്ക് കാണിക്കത്തില്ല. എന്തായാലും ആ പാവത്തിന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഏതൊരു കാര്യം വരുമ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, അവർക്ക് സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുന്നു, സംഭവിക്കുന്നു. മാറേണ്ടതുണ്ട് ചിന്തകൾ, നിയമങ്ങൾ. പ്രതികരിച്ചേ മതിയാവൂ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.